ഈ ഓലമേഞ്ഞ വീടിനു മുന്നിലെ മണൽ വഴിയിൽ എത്ര കഥകളാണ് ഉറങ്ങിക്കിടക്കുന്നത്. സ്കൂൾ അടച്ചാൽ എല്ലാവരും അമ്മ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പോയിരുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കുട്ടികളുടെ ചിരിയും ഓട്ടവും മാത്രം മുഴങ്ങുന്ന ഒരു ലോകം. മാവിൻ ചുവട്ടിൽ വീണ മാങ്ങകൾ എടുക്കാൻ ഞങ്ങൾ തമ്മിൽ ചെറിയ വഴക്കുകൾ ഉണ്ടായിരുന്നു. ചക്ക പഴുത്ത മണം വീട്ടുമുറ്റം നിറയെ നിറയും. അച്ചമ്മ പഴയ കഥകൾ പറഞ്ഞു തരും. അച്ചമ്മ പഴുത്ത മാങ്ങയിൽ ഉള്ളിച്ചമ്മന്തി അമ്മിയിൽ അരച്ച് പുരട്ടി ഒരു ഐറ്റം ഉണ്ടാക്കും. ഇന്നും വായിൽ വെള്ളം വരും അതോർക്കുമ്പോൾ. വല്യമ്മയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് കേൾക്കും. ഏട്ടന്മാർ ഒത്തുചേർന്ന് കളിച്ച സായാഹ്നങ്ങൾ. മണലിൽ നിന്ന് മഴ നോക്കി നിന്ന ദിവസങ്ങൾ. വീട് ചാണകം മെഴുകിയതായിരുന്നു. 2 ചെറിയ മുറിയും ഒരു വരാന്ത, ഒരു അടുക്കള. പക്ഷെ ആ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ. ഞാൻ അച്ചമ്മയുടെ കൂടെ കിടക്കും. അച്ചമ്മ തലമുടി തലോടിത്തരും. പിന്നെ ഒരുപാട് കഥകൾ പറയും. രാവിലെ തൊട്ട് കളിയാണ്. ഞങ്ങൾ എല്ലാ മരത്തിലും കയറും. പക്ഷെ ഇന്ന് ഈ വീടില്ല, ഓർമ്മകൾ മാത്രം. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് രാമായണം വായിച്ചിരുന്ന അച്ചമ്മ ഇന്നില്ല. ഞങ്ങളെല്ലാവരും വലുതായി, കുടുംബമായി. എന്നാലും ഇടയ്ക്ക് ഒത്തുകൂടും. പഴയ വികൃതികൾ പറഞ്ഞ് ഒരുപാട് ചിരിക്കും. ഒരു കൊച്ചു സ്വർഗമായിരുന്നു അന്ന് അവിടെ. എല്ലാ വർഷവും പഴയ ഓല എടുത്തു മാറ്റി പുതിയ ഓല മേയും. ഞങ്ങൾ കുട്ടികൾക്ക് അതും ഒരാഘോഷമായിരുന്നു. ഓല മേയാൻ വരുന്ന എല്ലാവരെയും പരിചയപ്പെടും. എല്ലാവരുടെ പേരും വീടും വീട്ടിൽ ആരൊക്കെയുണ്ട് അങ്ങനെ എല്ലാ വിശേഷങ്ങളും ചോദിക്കും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും. അവരുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കും. ഇന്നും ഞങ്ങളെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ നാട്ടിലെ എല്ലാവരുടെ പേരും ഞങ്ങൾക്ക് കാണാപ്പാടായിരുന്നു. വീട്ടിലെ ഓരോ മുറിക്കും ഓരോ പേരുണ്ടായിരുന്നു. വടക്കേ അറ, തെക്കേ അറ, പിന്നെ ഉമ്മറം, ഇടനാഴിക, വടക്കോറം, അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അച്ചമ്മയുണ്ട്, പിന്നെ വല്യമ്മയ്ക്കൊരു മോനേ ഉള്ളൂ, പിന്നെ അമ്മായിക്കൊരു മകനേ ഉള്ളൂ, പിന്നെ മേമയ്ക്ക് 2 കുട്ടികളുണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു ഏട്ടൻ വല്യച്ഛനും ഒരു മോനേ ഉള്ളൂ. പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ, എൻ്റെ എല്ലാ കുസൃതിക്കും എൻ്റെ ഏട്ടന്മാരും ബാക്കി വീട്ടിലെ അംഗങ്ങളും എപ്പോഴും കൂട്ടു നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അന്ന് അവിടെ ഫാനൊന്നും ഇല്ല കേട്ടോ. ഒരു വിശറി ഉണ്ടാക്കി തരും അച്ഛമ്മ, പാള വെച്ചിട്ട്. അതിൻ്റെ ഓരോ വിശറിയുടെ മുകളിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ടാവും. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ പേരെഴുതിയ വിശറി എടുത്തു തരും. അത് വീശിയിട്ടാണ് കിടന്നുറങ്ങുക. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം അതും പോയി AC നിർബന്ധമായിരിക്കണം. അന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വീട്ടിൽ എന്നും തണുപ്പായിരുന്നു. ഒരു വിശറി ഉണ്ടായാൽ മതി. അച്ചമ്മ ഓർമ്മയായിട്ട് 6-7 വർഷമായി. ഈ അടുത്ത് വല്യമ്മയും ഓർമ്മയായി. എപ്പോഴും അടുക്കളയിലാവും വല്യമ്മ, ഓരോരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കുട്ടികൾക്ക് തരാനായിട്ട്. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയാം ആ കാലം. എന്നാലും അറിയാതെ ആ കാലത്തെക്കുറിച്ച് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ അറിയാതെ ഓർത്തുപോയി. പറയുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഇതുപോലൊരു കുട്ടിക്കാലം, മനോഹരമായൊരു കുട്ടിക്കാലം. എൻ്റെ ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷെ തൽക്കാലം നിർത്തുന്നു. നന്ദി.